Hello everyone. In this video lecture, we are going to solve a classification problem using naive-bayes algorithm. The question is, given a training set and instance X, slow, rarely, no, which class label is most appropriate for X? Use Bayesian classifier. So in this problem, a training set is given. We have to find out the most appropriate class label for this instance X using Bayesian classifier. Okay. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നെയ്വ് ബേസ് അൽഗോരിതം പഠിച്ചപ്പോൾ ഞാൻ അവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ സെയിം പ്രോബ്ലം തന്നെയാണിത്. ഇവിടെ 3 features are given: swim, fly and crawl, and also assigned class labels are fish, animal and bird. Total 12 samples are here. So ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഈ ട്രെയിനിങ് സെറ്റിൽ നിന്നുള്ള ഡേറ്റ അനുസരിച്ച് വി ക്രിയേറ്റ് എ ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിൾ മീൻസ് ഈ ട്രെയിനിങ് സെറ്റിൽ ഓരോ ഫീച്ചേഴ്സും എത്ര ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഫാസ്റ്റ് സ്വിം ചെയ്യുന്ന ആനിമൽസ് എത്ര എണ്ണം ഉണ്ട്, ദെൻ സ്ലോ സ്വിം ചെയ്യുന്ന ആനിമൽസ് എത്ര എണ്ണം ഉണ്ട്, എക്സെട്ര. സോ വി ഹാവ് ടു ഫൈൻഡ് എ കൗണ്ട്, ദാറ്റ് ഈസ് ഓരോന്നും എത്ര ടൈംസ് ഒക്കർ ചെയ്യുന്നു എന്നുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ടേബിൾ. സോ ഈ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് അൽഗോരിതം. നമ്മൾ അൽഗോരിതം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ബിക്കോസ് എന്തിനാണ് ഈ ഫ്രീക്വൻസി ടേബിൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അൽഗോരിതം വരുമ്പോൾ സ്റ്റെപ്പ് 2 വരുമ്പോൾ അവിടെ നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ഫ്രീക്വൻസി ടേബിളിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. നമ്മൾ റോ വൈസ് എഴുതുന്നത് ഓരോ ക്ലാസ് ലേബലും, കോളം വൈസ് എഴുതുന്ന ഓരോ ഫീച്ചേഴ്സും ആയിരിക്കും. ഇവിടെ ക്ലാസ് ലേബിൾസ് ഏതൊക്കെയാണ്? ആനിമൽ ഉണ്ട്, ബേർഡ് ഉണ്ട്, അതേപോലെ ഫിഷ് ഉണ്ട്. ഓക്കെ, സോ ആനിമൽ, ബേർഡ് ആൻഡ് ഫിഷ്. ഓക്കെ, അതേപോലെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഫീച്ചേഴ്സ് സ്വിം, ഫ്ലൈ ആൻഡ് ക്രാൾ. സോ സ്വിം എന്ന് പറയുന്ന ഫീച്ചർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് വരുന്നത് ഫാസ്റ്റ് വരാം, സ്ലോ, നോ. സോ നെക്സ്റ്റ് സെക്കൻഡ് ഫീച്ചർ ഇസ് ഫ്ലൈ. ഫ്ലൈക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നോ, ഷോർട്ട്, rarely and long. Short, long, rarely and no. Next feature is crawl. Crawl the possible values yes and no. Yes and no. Okay. So ഇതാണ് ഫ്രീക്വൻസി ടേബിളിന്റെ ഒരു ഫോർമാറ്റ്. ആൻഡ് ഫൈനലി ഇവിടെ നമ്മൾ ടോട്ടൽ എഴുതും. സോ ഇനി നമ്മൾ ട്രെയിനിങ് സെറ്റ് അനുസരിച്ച് കൗണ്ട് ചെയ്ത് എഴുതാം. സോ ഫസ്റ്റ് ആനിമൽ സ്വിം ഫാസ്റ്റ്, ദാറ്റ് ഇസ് ഫാസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്ന ആനിമൽസ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. സോ ഫാസ്റ്റ് സ്വിം ഫീച്ചറിൽ ഫാസ്റ്റ് സ്വിം നോക്കുക, ക്ലാസ് ലെവൽ ആനിമൽ നോക്കുക. സോ ഇവിടെ ഫാസ്റ്റ് സ്വിം ആനിമൽ ആണ് 1, 2. സോ ഓൺലി 2. സോ ഇവിടെ കൗണ്ട് 2 എഴുതുക. നെക്സ്റ്റ് സ്ലോ സ്വിം ആനിമൽ. സ്ലോ സ്വിം ചെയ്യുന്ന ആനിമൽസ് എത്ര ഉണ്ടെന്ന് നോക്കുക. സ്ലോ ആനിമൽ 1, സ്ലോ ആനിമൽ 2. സോ ഇവിടെ കൗണ്ട് 2 ആണ്. സോ ഐ റൈറ്റ് 2. ഓക്കെ, നെക്സ്റ്റ് നോ സ്വിം ചെയ്യുന്ന ആനിമൽസ്, ദാറ്റ് ഇസ് സ്വിം ചെയ്യാത്ത ആനിമൽസ്. സോ ഇവിടെ നോ സ്വിം ആനിമൽ ഇവിടെ. സോ ഓൺലി 1 കൗണ്ട്. സോ 1. ഓക്കെ, ദെൻ അതേപോലെ ഫ്ലൈ ഷോർട്ട് ഫ്ലൈ ചെയ്യുന്ന ആനിമൽസ് 0 ആണ് കൗണ്ട്. സോ ഇവിടെ വി റൈറ്റ് 0. സോ ഇതേപോലെ ഫ്രീക്വൻസി ടേബിൾ കംപ്ലീറ്റ് ഫിൽ ചെയ്യുക. ഓക്കെ, 4. അതേപോലെ ക്രാൾ എസ് വരുന്ന ആനിമൽ കൗണ്ട് 2 ആണ്. അതുപോലെ നോ വരുന്നത് 3 ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ടോട്ടൽ എഴുതുമ്പോൾ എത്ര ആനിമൽസ് ഉണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ ട്രെയിനിങ് സെറ്റിൽ എത്ര ആനിമൽ ഉണ്ട്. ടോട്ടൽ 5 ആനിമൽസ് ആണ് ട്രെയിനിങ് സെറ്റിലുള്ളത്. സോ ആ ടോട്ടലാണ് ഇവിടെ 5 ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, അതേപോലെ ബേർഡിന്റെ റോയും ഫിഷിന്റെ റോയും ഇതേപോലെ ഫിൽ ചെയ്യാം. സോ വി ഗെറ്റ് ദ വാല്യൂസ് 1, 0, 4 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ്സ് ഇൻ ദ ട്രെയിനിങ് സെറ്റ് ഇസ് 4. നെക്സ്റ്റ് ഫിഷ് 1, 2, 2. ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് ഇൻ ദ ട്രെയിനിങ് സെറ്റ് ഇസ് 3. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി ടേബിൾ.
ഫസ്റ്റ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അൽഗോരിതത്തിനകത്തുള്ള സ്റ്റെപ്സിലോട്ടാണ് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റെപ്പ് 1, computation of probability of each class ck for k is equal to 1, 2. ഇവിടെ എത്ര ക്ലാസ് ലേബൽ ഉണ്ട്? 3 ക്ലാസ് ലേബൽ ആണ്. സോ 1, 2, 3. ഓരോ ക്ലാസ് ലേബലിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് ലേബൽ ck is equal to number of samples with class label ck whole divided by total number of samples. That is, suppose ആനിമൽ എന്ന് പറയുന്ന ക്ലാസ് ലേബൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സെറ്റിൽ എത്ര ആനിമൽ ഉണ്ടെന്ന് നോക്കുക, ആ കൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ക്ലാസ് ലേബൽ പ്രോബബിലിറ്റി ഓഫ് ആനിമൽ ഇസ് ഇക്വൽ ടു ട്രെയിനിങ് സെറ്റിൽ എത്ര ആനിമൽ ഉണ്ട്? 5. സോ 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് 12 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 12. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് അടുത്ത ക്ലാസ് ലേബൽ ഏതാണ്? ബേർഡ്. P of bird is equal to total number of bird in the training set 1, 2, 3, 4. So 4 divided by total number of samples 12. So next P of fish is equal to total number of fish in the training set 3. So 3 divided by 12. Okay. അപ്പോൾ ഇതാണ് ഓരോ ക്ലാസ് ലേബലിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റെപ്പ് 2, കൺസ്ട്രക്ഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിൾ. സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതാണ്. സോ ഇക്വേഷൻ ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ഫീച്ചർ ജെ ഗിവൺ സി കെ ഇസ് ഇക്വൽ ടു പി ഓഫ് എഫ് ജെ ഇന്റർസെക്ഷൻ സി കെ ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് സി കെ. സോ ഇവിടെ എഫ് ജെ എന്ന് പറയുന്നത് ട്രെയിനിങ് സെറ്റിനകത്തുള്ള ഓരോ ഫീച്ചറും അതിന്റെ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ സി കെ എന്ന് പറയുന്നത് വി ഹാവ് ടു കൺസിഡർ ഈച്ച് ക്ലാസ് ലേബൽ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എഫ് ജെ ഇന്റർസെക്ഷൻ സി കെ, ദാറ്റ് ഇസ് ട്രെയിനിങ് സെറ്റിൽ എത്ര സാമ്പിൾസിന് എഫ് ജെ എന്ന് പറയുന്ന ഫീച്ചറും അതേപോലെ ക്ലാസ് ലേബൽ സി കെയും അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ദാറ്റ് ഇസ് നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് എഫ് ജെ ആൻഡ് സി കെ. എഫ് ജെ ആൻഡ് സി കെ എന്ന് ഞാനിവിടെ എഴുതിയത് എഫ് ജെ എന്ന് പറയുന്ന ഫീച്ചറും ഉണ്ട്, അതേപോലെ സി കെ എന്ന് പറയുന്ന ക്ലാസ് ലേബൽ അസൈൻ ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. ഓക്കെ, അപ്പൊ ഇതാണ് പി ഓഫ് എഫ് ജെ ഇന്റർസെക്ഷൻ സി കെ എന്ന് പറയുന്നത്. ദ ഹോൾ ഡിവൈഡഡ് ബൈ നൗ പി ഓഫ് സി കെ. വി നോ നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് സി കെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് വരും? നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് എഫ് ജെ ആൻഡ് സി കെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് സി കെ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത അതേ ഫോർമാറ്റിലാണ് ഈ ഒരു ടേബിളിന്റെ ഫോർമാറ്റും വരുന്നത്. സോ ഞാനിവിടെ ഫ്രീക്വൻസി ടേബിളിന്റെ അതേ ഓർഡറിലാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിൾ വരച്ചിരിക്കുന്നത്. ഫീച്ചേഴ്സ് സ്വിം ഫാസ്റ്റ്, സ്ലോ, നോ. അതുപോലെ ഫ്ലൈ, ഷോർട്ട്, ലോങ്, റയർലി, നോ, ക്രാൾ, എസ്, നോ. ഫ്രീക്വൻസി ടേബിൾ അതേ ഓർഡറിൽ തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സിമ്പിൾ ആയിരിക്കും. സോ നമുക്കിവിടെ ചെയ്യേണ്ടുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഫീച്ചർ ഗിവൺ ക്ലാസ് ലേബിൾ. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫീച്ചർ കൺസിഡർ ചെയ്യണം, ദാറ്റ് ഈസ് ഫാസ്റ്റ് സ്വിം എന്ന് പറയുന്ന ഫീച്ചർ. സോ ഈ ഒരു സെല്ലിൽ വരുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫാസ്റ്റ് സ്വിം ഗിവൺ ആനിമൽ. ദാറ്റ് ഈസ് ഫാസ്റ്റ് സ്വിം ചെയ്യുന്ന ആനിമൽസ് എത്രയുണ്ട് അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് ക്ലാസ് ലേബൽ ആനിമൽ. ഓക്കെ, അതിന്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ഈ സെല്ലിൽ വരുന്നത്. സോ അതേപോലെ ഓരോ സെല്ലും ഫില്ല് ചെയ്യാം. സോ ഈ ന്യൂമറേറ്ററിലുള്ള കൗണ്ട് നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് ഫീച്ചർ ആൻഡ് ക്ലാസ് ലേബൽ, ഈ ഒരു കൗണ്ട് ആണ് നമ്മൾ ഫ്രീക്വൻസി ടേബിളിൽ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. സോ ഫാസ്റ്റ് സ്വിം ചെയ്യുന്ന ആനിമൽ എത്ര എണ്ണം ഉണ്ട്? ഫ്രം ഫ്രീക്വൻസി ടേബിൾ വി നോ ഇറ്റ് ഈസ് 2. സോ 2 അതേപോലെ എഴുതാം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് ക്ലാസ് ലേബൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ക്ലാസ് ലേബൽ നമ്മൾ ആനിമൽ ആണ് എടുത്തേക്കുന്നത്. ആനിമലിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 5 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, സോ അതേപോലെ നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് സ്ലോ സ്വിം ഗിവൺ ആനിമൽ, അതാണ് ഇവിടെ എഴുതേണ്ടത്. സോ നമ്പർ ഓഫ് സാമ്പിൾസ് വിത്ത് സ്ലോ സ്വിം ആനിമൽ, അതിന്റെ കൗണ്ട് അഗെയിൻ ഇവിടെ 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് 5. ഓക്കെ, അപ്പൊ ഇതേപോലെ ഫില്ല് ചെയ്ത് വരിക.
അപ്പോൾ ഈ ഫ്രീക്വൻസി ടേബിളിന്റെ അതേ ഓർഡറിൽ തന്നെയാണ്, ദാറ്റ് ഈസ് ഇതേ ഓർഡറിൽ തന്നെയാണ് ഫീച്ചർ വാല്യൂസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ ക്ലാസ് ലേബൽ ഇതേ ഓർഡറിൽ തന്നെയാണ് ക്ലാസ് ലേബൽ ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ ഫ്രീക്വൻസി ടേബിളിനകത്തുള്ള വാല്യൂസ് അതേ ഓർഡറിൽ തന്നെ ഫസ്റ്റ് ഫില്ല് ചെയ്യുക. സോ ഞാനത് അതേപോലെ തന്നെ ഫില്ല് ചെയ്യുകയാണ്. 1 0 3. നമുക്കിവിടെ ടോട്ടൽ ആവശ്യമില്ല. ഇവിടെ 1 0 4 1 2 3 1 2. ഓക്കെ, ഫ്രീക്വൻസി ടേബിൾ അതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആനിമലിന്റെ റോ വരുമ്പോൾ ഓരോ വാല്യൂസിനും ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് 5 ആണ്. സോ ഇവിടെ ഡിവൈഡഡ് ബൈ 5. ഓക്കെ, നൗ ടോട്ടൽ നമ്പർ ഓഫ് ബേർഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ടേബിളിൽ വി നോ ഇറ്റ് ഇസ് 4. സോ ഡിവൈഡഡ് ബൈ 4 ഇട്ട് കൊടുക്കുക. നൗ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ്, ടോട്ടൽ നമ്പർ ഓഫ് ഫിഷ് 3 ആണ്. സോ ഡിവൈഡഡ് ബൈ 3 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് 3, കമ്പ്യൂട്ടേഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി P ഓഫ് CK given X. ഓക്കെ, ഫോർ K ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എത്ര ക്ലാസ് ലെവൽ ഉണ്ട്? 3 ക്ലാസ് ലെവൽ, 1 2 and 3. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ക്ലാസ് ലെവൽ ഗിവൺ അവർ ഇൻസ്റ്റൻസ് എക്സ്. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സിന്റെ ഫീച്ചർ എന്താണ്? എച്ച് ഇസ് ഇക്വൽ ടു സ്ലോ, റയർലി, നോ. ഇതാണ് എക്സിന്റെ ഫീച്ചർ വാല്യൂസ്. സോ എക്സ് ഇസ് ഇക്വൽ ടു സ്ലോ, റയർലി, നോ. നൗ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ക്ലാസ് ലേബൽ, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ലേബൽ ആനിമൽ കൺസിഡർ ചെയ്യുവാണ്. ആനിമൽ ഗിവൺ എക്സ് വിച്ച് ഇസ് ഇക്വൽ ടു, എന്താണ് അതിന്റെ ഇക്വേഷൻ? കഴിഞ്ഞ വീഡിയോയിൽ നെയ്വ് ബേസ് അൽഗോരിതം പഠിച്ചപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ ഒരു ഇക്വേഷൻ പഠിച്ചു. ദാറ്റ് ഈസ് പി ഓഫ് x1 ഗിവൺ CK ഇൻറ്റു പി ഓഫ് x2 ഗിവൺ CK എക്സെട്ര പി ഓഫ് xn ഗിവൺ CK ഇൻറ്റു പി ഓഫ് CK. ദാറ്റ് ഈസ് ഇവിടെ എക്സിന്റെ ഓരോ ഫീച്ചർ എടുക്കുകയാണ്. പി ഓഫ് x1 ഗിവൺ CK, ഇവിടെ x1 എന്ന് പറയുന്നത് സ്ലോ ആണ്. ഓക്കെ, പി ഓഫ് സ്ലോ ഗിവൺ CK ആനിമൽ ഇൻറ്റു നെക്സ്റ്റ് പി ഓഫ് x2 ഗിവൺ CK. പി ഓഫ് x2 എന്ന് പറയുന്ന റയർലി ആണ്, റയർലി ഗിവൺ ആനിമൽ ഇൻറ്റു പി ഓഫ് x3 ഗിവൺ CK. ഇവിടെ x3 എന്ന് പറയുന്നത് നോ ആണ്, നോ ഗിവൺ ആനിമൽ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് CK. പി ഓഫ് CK ആനിമൽ ആണ്, പി ഓഫ് ആനിമൽ. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പി ഓഫ് സ്ലോ ആനിമൽ, ഇവിടെ സ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ വാല്യൂ ആണ്. സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സ്വിം ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് സ്വിം സ്ലോ ഗിവൺ ആനിമൽ. ഈ പ്രോബബിലിറ്റി എവിടെയുണ്ട്? നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ടേബിളിലുണ്ട്. പ്രോബബിലിറ്റി ഓഫ് സ്വിം സ്ലോ ഗിവൺ ആനിമൽ, പ്രോബബിലിറ്റി ഓഫ് സ്വിം സ്ലോ given animal. So 2 by 5. Okay, so 2 divided by 5 into, next is P of rarely given animal. ഇവിടെ rarely എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഫീച്ചർ ആണ്, that is fly rarely. Okay, so P of fly rarely given animal, fly rarely given animal. So 1 by 5, 1 by 5 into, next P of no given animal. ഇവിടെ no എന്ന് പറയുന്നത് തേർഡ് ഫീച്ചർ വാല്യൂ ആണ്, that is crawl. Okay, so P of crawl no given animal, crawl no given animal. So 3 by 5 ആണ് ഇവിടെ conditional probability. So 3 by 5 into, next is P of animal. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. P of animal is equal to 5 by 12. So we write 5 divided by 12. Okay, so ഇത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get the answer 0.02. Okay, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആനിമൽ ഗിവൺ എക്സ് എന്ന് പറയുന്നത് 0.02 ആണ്. ഇതെന്താ മീൻ ചെയ്യുന്നത്? നമ്മുടെ ഗിവൺ ഇൻസ്റ്റൻസ്, സോ ഈ ഇൻസ്റ്റൻസ് ആനിമൽ ആകാനുള്ള പ്രോബബിലിറ്റി 0.02 ആണ്. ഇതേപോലെ നമ്മൾ ഫിഷിന്റെയും ബേർഡിന്റെയും കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഫിഷ് ഗിവൺ എക്സ്. പ്രോബബിലിറ്റി ഓഫ് ഫിഷ് ഗിവൺ എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സ്വിം സ്ലോ ഗിവൺ ഫിഷ് into probability of fly rarely given fish into probability of crawl no given fish into probability of fish. Okay, so which is equal to
Probability of swim slow given fish. Swim slow given fish. So 2 by 3 ആണ്. So 2 by 3 into P of fly rarely given fish. Fly rarely given fish. 0 by 3 into P of crawl no given fish. Crawl no given fish. 2 by 3 into P of fish. 3 by 12 ആണ്. 3 by 12. So we get the answer 0. Next, P of bird given x is equal to P of swim slow given bird into P of fly rarely given bird into P of crawl no given bird into P of bird, which is equal to P of swim slow given bird, swim slow given bird 0 by 4 into P of fly rarely given bird, fly rarely given bird 0 by 4, 0 divided by 4 into crawl no given bird. Crawl no given bird is 4 by 4 into P of bird is 4 by 12. 4 divided by 12. So we get the final answer is 0. Okay. So ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതിൽ P of animal given x 0.02 ആണ്. P of fish given x probability 0 ആണ്. അതുപോലെ P of bird given x എന്ന് പറയുന്നത് probability 0 ആണ്. So ഇവിടെ highest probability എന്ന് പറയുന്നത് എന്താണ്? Animal ആണ്. So in next step we select the highest probability class label, that is we select animal. Maximum probability എന്ന് പറയുന്നത് P of animal given x ആണ്, which is equal to 0.02. Okay, so we assign the class label animal to the given x. Okay, animal ആണ് x ന് most appropriate ആയിട്ടുള്ള class label. Okay, thank you. If you understood this problem, please like and subscribe my channel. Okay.